ഹായ്, SP അരുള്ളിയാണ്. വളരെ ഹൃദയം തൊടുന്ന ഒരു വാർത്തയാണ്. ആലിനെന്ന 10 മാസമായ ഒരു കുഞ്ഞിൻ്റെ അവയവം പങ്കിട്ടെടുത്ത് മറ്റഞ്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ ജീവിപ്പിക്കുന്നു. അവിടെ അല്ലെങ്കിൽ ആ കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോൾ ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ അതിവൈകാരികത ഉണരും. പക്ഷേ എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ടോ ഇല്ലയോ, അതോ നിങ്ങൾ മതമാണോ നിയന്ത്രിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. ആലിനെന്ന 10 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ്, അവൻ്റെ കളിച്ചിരികൾ, അവൻ്റെ സന്തോഷങ്ങൾ, അവൻ കേവലം 10 മാസങ്ങൾക്കിടയിൽ ഒരു രക്ഷിതാക്കളുടെ ഉള്ളിലേക്ക് എങ്ങനെ ആയിരുന്നിരിക്കണം, അവരെ ജീവനോളം. കാര്യം ഈ ഭൂമിയിൽ ആ രക്ഷിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്ന് ചോദിച്ചാൽ ഉറപ്പായും പറയും എൻ്റെ കുഞ്ഞാണെന്ന് പറയും. ആ കുഞ്ഞിനെയാണ് ഒന്ന് ആലോചിക്കുക. ആ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കി. നമ്മുടെ വീട്ടിലാണിത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉടനടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അവിടെയാണ് ആലിനെന്ന 10 മാസം മാത്രം പ്രായമായ കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ രക്ഷിതാക്കളായിട്ടുള്ള അവരെ ഹൃദയപൂർവ്വം വന്ദിച്ചു പോകുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ മനുഷ്യരേ ഉള്ളൂ, ജാതിയില്ല, മതമില്ല. അതിനപ്പുറത്തേക്ക് എനിക്കോ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതിലൂടെ ബാക്കിയുള്ള രക്ഷിതാക്കളുടെ സങ്കടം ഒപ്പുക എന്ന് പറയുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ആ മാനസികമായിട്ടുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതാണ് നമ്മുടെ നാട്ടിൽ പലർക്കും ഇല്ലാതെ പോകുന്നത്. കാര്യം ഈ മതവും ജാതി എന്നൊക്കെ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്തേക്ക് മാത്രം മനുഷ്യനുള്ളത്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത്. ആരോഗ്യം നഷ്ടപ്പെട്ട മനുഷ്യന് പോലും പിന്നെ ജാതിക്കും മതത്തിനും വേണ്ടാത്തൊരവസ്ഥയാണ്, വീടുകളിൽ ഒതുങ്ങിക്കൂടും. അങ്ങനെയുള്ള ആ മനുഷ്യർക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, 10 മാസം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം 5ഓളം മനുഷ്യരെ ജാതി മത ചിന്തകൾക്കപ്പുറം ഈ ഭൂമിയിൽ ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറെ ഒരു സൈഡിൽ സന്തോഷം തരുന്ന കാര്യം. എത്ര ഈ കാരുണ്യത്തിൻ്റെ ഉറവ് പറ്റാത്ത മനുഷ്യരാണ് നമ്മൾക്കിടയിലുള്ളത്. നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ നാളെ എന്താണ്, ഞാൻ സേഫ് ആകാൻ വേണ്ടി ഒരാൾ മരിച്ചാൽ നമ്മൾ എന്തോരം പൂജകളൊക്കെ ചെയ്യുന്നതാണ് അല്ലേ? തിരിച്ചു നോക്കി, എന്തോരം കർമ്മങ്ങൾ, പൂജകൾ, ഈവൻ ബലിതർപ്പണം, അതിൻ്റെ അസ്ഥി വരെ കൊണ്ടുവന്ന് ഒഴുക്കിക്കളഞ്ഞ് എനിക്കിനി ആ മരിച്ച ആളെ കൊണ്ടൊരു ശല്യം ഉണ്ടാകരുതെന്ന് വിചാരിക്കുന്നിടത്ത് ആ മരിച്ച കുഞ്ഞ്, കൈക്കുഞ്ഞ് എടുത്ത് കൊതി തീർന്നിട്ടുണ്ടാകില്ല. ആ കുഞ്ഞിനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നൊരു സന്ദർഭം കൂടി നിങ്ങൾ ആലോചിച്ചു പോകണം. അതായത് ഈ ശസ്ത്രക്രിയയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന ആ ഞെട്ടൽ മാറുന്നതിന് മുന്നോടിയായിട്ടാണ് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആ കുഞ്ഞിൻ്റെ അവയവം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പങ്കിട്ട് പറ്റുമോ എന്ന് ചോദ്യങ്ങൾ വരുന്നതും അതിനോട് പ്രതികരിക്കാനുള്ള സമയം കിട്ടുന്നതും. ആ തകർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിനെ എന്തിനു കൊണ്ടുപോവുകയാണ്, ഈ അവയവങ്ങൾ എടുത്ത് മാറ്റാൻ കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ച് ഓർത്തുള്ളൊരു കാത്തിരിപ്പ് സമയമുണ്ട്. അതൊക്കെ അതിജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെയൊന്നും ജാതി മതവും ഒക്കെ റദ്ദാക്കപ്പെട്ടിട്ട് മനുഷ്യത്വം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സുണ്ടല്ലോ, നമ്മളിങ്ങനെ തല കുമ്പിട്ട് കൊടുക്കണം അതിന് മുന്നിലേക്ക്. അപ്പോൾ ആലിനെന്ന ആ കുഞ്ഞെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കണം. നമ്മളിൽ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ആ കുഞ്ഞ്. ഇന്നിപ്പോൾ മല്ലപ്പള്ളിയിൽ അതിൻ്റെ സംസ്കാരം കഴിഞ്ഞത് ഈ കണ്ണിൻ്റെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക്, മണ്ണിനടിയിലേക്ക് ആ ശരീരം മാഞ്ഞു പോകുമ്പോൾ അത് മാഞ്ഞു പോകുന്നില്ല. 5 പേരിലൂടെ, അതായത് അവരെ നശിക്കുന്ന, ഈ അവയവങ്ങൾ സ്വീകരിച്ച കുഞ്ഞിന് നശിക്കുന്ന കാലം വരെ ഈ ആലിനെന്ന 10 വയസ്സുകാരൻ അവരുടെ ഉള്ളുകളിൽ ജീവിച്ചിരിക്കും, അവരുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർക്കിടയിൽ ജീവിച്ചിരിക്കും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ നന്മയായി തീരേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കുറച്ചു കാലം ജീവിച്ച് മരിച്ചു പോകുന്നതിന് മുന്നോടിയായിട്ട് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യേണ്ടത് ജാതിയും മതവും നോക്കിയൊന്നുമല്ല. ആ മനുഷ്യരെ ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ, അവയവം ദാനം ചെയ്ത ആ രക്ഷിതാക്കളുടെ ഉള്ളിൽ മതം നിറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് 5 കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. 5 കുഞ്ഞുങ്ങൾക്കും 5 രക്ഷിതാക്കൾക്ക് ഈ ഒരു സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ചിന്തിക്കും, ആലിനെ പോലെ, അവൻ്റെ രക്ഷിതാവിനെ പോലെ മനുഷ്യരാകാൻ നമ്മൾ പരുവപ്പെടേണ്ടതുണ്ട്.
അത്തരമൊരു ഉപദേശം ഇന്നത്തെ ദിവസം ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് ആ കുഞ്ഞിന് എനിക്ക് കൊടുക്കാനുള്ള അവസാനത്തതായിട്ടുള്ള എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ എന്തെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഉയർത്തിക്കാട്ടി ഈ സമൂഹത്തിലെ മനുഷ്യർക്കിടയിൽ വേർതിരിക്കുന്ന പല വർഗീയ വിഷങ്ങളിലും അതിനപ്പുറത്തേക്ക് നന്മ എന്താണ് എന്നതിൻ്റെ യഥാർത്ഥ കാഴ്ച ഇതാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആലിനെന്ന പിഞ്ചു കുഞ്ഞിന് നമ്മൾ ആദരവർപ്പിക്കുമ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യനെ ജനിപ്പിക്കട്ടെ എന്നൊരു ചെറിയ റിക്വസ്റ്റ് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ആ കുരുന്നിന് ആ രക്ഷിതാക്കൾക്ക് എന്ത് വാക്കുകൾ കൊണ്ട് അവരെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു നന്മ പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞ അവർക്ക് എല്ലാ കാലത്തും അതിൻ്റെ ഒരു നന്മകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.